ഹലോ, നമുക്ക് അടുത്ത പാർട്ടിയിലേക്ക് പോയാലോ? അല്ലെങ്കിൽ കാർത്തികേൻ്റെ നമ്പർ തന്നാൽ മതി, ഞാൻ വിളിച്ചോളാം. അപ്പോൾ അയാൾക്ക് നമ്പർ കൊടുത്തു. ആ സമയം അയാളെ പറഞ്ഞു വിടാനുള്ള തിരക്കിലായിരുന്നു. അപ്പോൾ കണ്ടാൽ തന്നെ പേടിയാവും. കണ്ണൊക്കെ ചുവന്ന് തലമുടിയൊക്കെ അലങ്കോലമായി, കാണുമ്പോൾ തന്നെ ഒരു ഗുണ്ടാലുക്ക്. അയാൾ പോയത് അപ്പു വേഗം അകത്ത് കയറി വാതിലടച്ചു. പിന്നീട് നീലം വിളിച്ചപ്പോഴാണ് വാതിൽ തുറന്നത്. പതിവിന് വിപരീതമായി അന്ന് നീലൻ്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞിരുന്നു. നീല, നിന്നെ അന്വേഷിക്കുന്ന ഒരാൾ ഇവിടെ വന്നിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അപ്പു പറഞ്ഞു. ആര്? അവൻ ഗൗരവത്തിൽ ചോദിച്ചു. അറിയില്ല, പോകുമ്പോൾ അയാൾ നിന്റെ നമ്പർ വാങ്ങിക്കൊണ്ടുപോയി. ആരോട് ചോദിച്ചിട്ടാ നീ എൻ്റെ നമ്പർ കൊടുത്തേ? പെട്ടെന്ന് നീലൻ ദേഷ്യത്തിൽ ചോദിച്ചു. അപ്പു ഞെട്ടിപ്പോയി. അത് പിന്നെ നിന്നെ അന്വേഷിച്ചപ്പോൾ പരിചയമില്ലാത്ത ആളുകൾ വരുമ്പോൾ നിന്നോട് ആരോട് വാതിൽ തുറക്കാൻ പറഞ്ഞേ? അപ്പോൾ തിരിച്ചെന്തെങ്കിലും പറയുന്നതിന് മുമ്പ് നീലൻ്റെ ഫോൺ റിങ് ചെയ്തു. ഡിസ്പ്ലേ തെളിഞ്ഞ നമ്പർ കണ്ട് നീലം ദേഷ്യത്തിൽ കോൾ കട്ട് ചെയ്തു. ശേഷം വീണ്ടും കോൾ വരാൻ തുടങ്ങിയ നീലം ഭക്ഷണം കഴിക്കാൻ നിർത്തി ഫോണുമായി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഹലോ, കാർത്തികേയന് ഫോൺ വിളിച്ചെടുക്കാൻ അത്ര താമസം? മറുഭാഗത്ത് സൗണ്ട് കേട്ട് അവൻ്റെ മുഖം ദേഷ്യത്താൽ തുമ്മുന്നു. ഞാൻ തന്നോട് പറഞ്ഞതാണ് താനുമായുള്ള ഒരു ഡീലിന് ഞാനില്ലാന്ന്. പിന്നെ എന്തിനാ വെറുതെ വിളിച്ച് ശല്യപ്പെടുത്തണേ? തനിക്ക് താല്പര്യമില്ലായിരിക്കും, പക്ഷേ എനിക്ക് നല്ല താല്പര്യം ഉണ്ടായിപ്പോയി. അതാ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യണേ. താൻ എത്ര വിളിച്ചിട്ടും കാര്യമില്ല. അത് പറഞ്ഞ് നീലൻ കോള് കട്ട് ചെയ്ത് ഫോൺ സൈലൻറ്റിലിട്ടു. നീലൻ അകത്തേക്ക് വരുമ്പോൾ അപ്പോൾ ചോറിൽ വിരലിലിട്ട് TV കാണുകയാണ്. നീ എന്താ എത്ര നേരമായിട്ടും കഴിച്ചു കഴിഞ്ഞില്ലേ? നീലൻ ചെയറിലിരുന്നുകൊണ്ട് ചോദിച്ചു. എനിക്ക് മതി. മുഴുവൻ കഴിച്ചിട്ട് എണീറ്റ് പോവാൻ നോക്കടി. എനിക്ക് സൗകര്യമില്ല. എന്ത്? എനിക്ക് സൗകര്യമില്ല? തനിക്ക് വേണമെങ്കിൽ കഴിച്ചിട്ട് എണീറ്റ് പോടോ. കുറേ നേരമായി ചോറിയാകുമ്പോഴും സ്വഭാവം കാണിക്കണു. മനുഷ്യ ക്ഷമിക്കുന്നതിൽ ഒരരുതുണ്ട്. അത് പറഞ്ഞ് തിരിഞ്ഞിരുന്ന അപ്പു വീണ്ടും TV കാണാൻ തുടങ്ങി. നീലം വേഗം ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോയി. അപ്പോൾ കുറേ നേരം TV ഇരുന്ന് കണ്ടു ബാക്കി കഴിച്ചു. ശേഷം അടുക്കള വൃത്തിയാക്കി പാത്രങ്ങൾ കഴുകി വെച്ച് റൂമിലേക്ക് വരുമ്പോഴേക്ക് നീലം കിടന്നിരുന്നു. അപ്പോൾ ടേബിളിന് മുകളിലുള്ള ഹെഡ്സെറ്റ് എടുത്ത് ഫാനിൻ്റെ സ്പീഡ് കൂട്ടി നീലൻ്റെ അരികിൽ വന്നിരുന്നു. ഉറക്കം വരാത്തതിനാൽ ബെഡ് റെസ്റ്റിൽ ചാരിയിരുന്ന് ഫോണിൽ കളിക്കാൻ തുടങ്ങി. നിനക്ക് ഉറങ്ങാറായില്ലേ? നീലൻ അപ്പുവിനെ നോക്കി ചോദിച്ചു. ഇല്ല. ഫോൺ ഓഫാക്കി കിടക്കാൻ നോക്ക്. സമയം എത്രയായിന്നാ? കുറച്ച് നേരം കൂടെ. നീ ആ കുന്ത ഓഫാക്കണോ അതോ ഞാൻ അത് എറിഞ്ഞു പൊട്ടിക്കണ? ആഹാ, എൻ്റെ ഫോണിന് എന്തെങ്കിലും പറ്റിയ നീ വിവരം അറിയും. വൈകുന്നേരം വന്നപ്പോൾ തുടങ്ങിയതാണല്ലോ നിന്റെ ദേഷ്യം. ഞാൻ എന്ത് ചെയ്തിട്ട് നീ ഇങ്ങനെ വെറുതെ വഴക്ക് പറയണേ? അത് കേട്ട് നീലൻ ഒന്നും മിണ്ടാതെ തിരിഞ്ഞിടന്നു. അപ്പോൾ ഫോൺ ഓഫാക്കി അവൻ്റെ അരികിലായി കിടന്നു. കുറച്ചു നേരം കഴിഞ്ഞു അപ്പോൾ നീലൻ്റെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ മുഖത്തേക്ക് ചേർന്ന് കിടന്നു. എന്തെങ്കിലും സങ്കടം ഉണ്ടോ നീല? ഇല്ല. പിന്നെ എന്തിനാ എന്നോട് ഈ ദേഷ്യം? അപ്പു ചോദിച്ചു. നീലൻ അവൾക്ക് നേരെ തിരിഞ്ഞു കിടന്നു. സോറി. അവളുടെ നെറുകിലും ഉമ്മ വെച്ചുണ്ടോ അവൻ പറഞ്ഞു. സാരമില്ല, എല്ലാം ശരിയാവും. അത് പറഞ്ഞ് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നു. ഇതെല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.